ഹലോ ബ്രോ. പറഞ്ഞോ. ഇവിടെ ഒരു വിൻറ്റേജ് വണ്ടി വന്നിരുന്നു. ബ്രോ അറിഞ്ഞില്ലേ ഇനി ഒരു വണ്ടി നോക്കുന്നുണ്ട് എന്നൊക്കെ? ഞാൻ ഇപ്പം വരാം, ഒരു 5 മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല കിട്ടില്ല വണ്ടി കേട്ടോ. ഞാൻ എന്തായാലും വരാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, സിറ്റിയിലുണ്ട്. വേഗം വാ വേഗം വാ, വേഗം എത്താൻ നോക്ക്. പിന്നെ വണ്ടി ഏത് മോഡലാ? വണ്ടി 1987 മോഡലാണ്. കുറച്ച് വിൻറ്റേജാ. ഏത് വണ്ടി? ഒരു ഷെവർലെറ്റിൻ്റെ വണ്ടിയാണ്. ഞാൻ 5 മിനിറ്റില്ല, ട്രാഫിക് സിഗ്നലില്ല. ഓക്കെ ഓക്കെ, വേഗം വാ വേഗം വാ, മാക്സിമം എത്താൻ നോക്ക്. വരാം. എടോ പണിയെടോ. സാർ ഞാനിപ്പോൾ പണി നിർത്തും, ഒരു 5 മിനിറ്റ്. ഓക്കെ ഓക്കെ, വേഗം ക്ലീൻ ചെയ്യ്. ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട് നല്ല ഹലോ എവിടെടാ? അവിടേക്ക് എപ്പോഴേക്ക്? എന്താണ് വണ്ടി എവിടെ? വണ്ടി ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വാ. വണ്ടി ഞാൻ വർഷം കയറ്റിയിട് വണ്ടി കയറ്റിയിട്. ഇതാണ് വണ്ടി. ഇതൊരു വിൻറ്റേജ് ആണ്, വിൻറ്റേജ് മോഡല്. പക്ഷെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പാപ്പനെ അവിടെ അങ്ങനെ മൂടിയിട്ടതേനി. മൂടിയിട്ട് എങ്ങനെ അറിയാവും? അതാണ് ഞാനും നോക്കുന്നത്. പിന്നെ ഞാനണ്ട് ചെറിയ വിലക്കിട്ടിയപ്പോൾ ഞാനണ്ട് വാങ്ങിയതാ. ഇതിനെത്രയായി ലാസ്റ്റ് പറയുന്നത്? ഇതിനിച്ചൊരു വില പറഞ്ഞു. എത്ര? 5000? ഒരു 20 തന്നാലിടാ. ഈ ഓട്ടിയൊക്കെ ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം. കയറ്. വണ്ടി കുഴപ്പമില്ല, ഗുഡാണ്. എനിക്ക് ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയർ എങ്ങനെയുണ്ട്? നീല കളറ് കൊള്ളാം. ഗിയർ കുറച്ച് ടൈറ്റ് ആണല്ലേ? മുതലാളി എങ്ങോട്ടാ പോകുന്നേ? ഈ കാറ് സെയിൽ ചെയ്തടാ, വിൻറ്റേജ് കാറ്. ഹലോ ബ്രോ, എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമില്ല. വണ്ടി മ്യൂസിക് സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. വേണമെങ്കിൽ ഇതാ ഞാൻ പാട്ട് സെറ്റ് ചെയ്ത്. എടാ, അതിപ്പോൾ കൊണ്ടുപോയി എടുക്കുമ്പോൾ ഓക്സ് കേബിളും കൊണ്ടുപോയി എടുക്കണ്ടേ? ആടാ, മ്യൂസിക് സിസ്റ്റം മാറ്റി കണ്ടിച്ച്. മ്യൂസിക് സിസ്റ്റം മാറ്റിയാൽ മതി. ഇതിലൊരു CD ഉണ്ടല്ലോ. അത് അപ്പാപ്പൻ യൂസ് ചെയ്ത CD യാ. എടാ, സൗണ്ട് കുഴപ്പമില്ല. പിന്നെ പഴയ വണ്ടി തന്നെ കൊണ്ടുള്ള ചെറിയൊരു ഇതുണ്ട്. അത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തോടാ. ഞാൻ നമ്മളെ മറ്റേ ഓട്ടോമോട്ടീവ് ഷോപ്പിൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പൈസ എൻ്റെ കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ ജസ്റ്റ് എത്ര ഇട്ട്? 20 അല്ലേ? അതിലൊരു 30 കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വിൻറ്റേജ് ആയതുകൊണ്ട് പിന്നെ എന്താ ഞാൻ കൊടുത്ത എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് മൗണ്ടൈനിൽ കയറിയ പരിപാടിയായിട്ട് പോകണ്ട. അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കാണ്ടി കൊടുത്തിട്ട് വണ്ടി ഈ ഒന്ന് ഓട്ടോമോട്ടീവ് ഷോപ്പ് കൊടുത്താൽ മതി. ഞാൻ അവിടുന്ന് എടുത്തോളാം. ഞാൻ എവിടെയാണ് കൊടുക്കണ്ടത്? അല്ല, ഞാൻ കൊടുത്തോളാം. അല്ല, എൻ്റെ വീട്ടിൽ വെച്ചാൽ മതിയോ? ഓക്കെ, അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, എന്നാൽ ഒരു വണ്ടി എടുത്തോ. എടാ, വണ്ടി ഇടലനായിട്ട് ഇറക്കിട്ടോ. വിൻറ്റേജ് വണ്ടി പണിയാനാന്നിട്ടാണ് ഞാൻ പിന്നെ നമുക്ക് തന്നെ തരുന്നത്. ചേണ്ട കിട്ടലനായിട്ട് വർക്ക് ചെയ്യല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇനി വരുന്ന മീറ്റപ്പിനൊക്കെ വണ്ടി ഇറക്കാമല്ലോ. എനിക്ക് അത്ര പറഞ്ഞാൽ അത് എനിക്ക് കണ്ടിട്ടൊരു ഒരു നല്ല ഭാഗ്യമുള്ള വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ ഭാഗ്യത്തിന് ഇവിടെ എത്തി. വണ്ടിയും കൊടുക്കണം. അയാൾ ഇവിടെ ഉണ്ടാവേക്കും. എന്നതും നേരം വൈകിട്ടാണ്. രാത്രി വൈകുന്നേരം പോയി. വണ്ടിയാണെങ്കിൽ ബ്രേക്കും ഇല്ല, ഒരു ഇല്ല. ഹലോ, എക്സ്ക്യൂസ് മീ, ഇവിടെ ആയിണ്ടോ? ഹലോ ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ, ഹലോ ഹലോ. എനിക്കൊരു കാറ് മോഡിഫൈ ചെയ്യണേന്. കാറോ? കാറ് എങ്ങനത്തെയാ ഓടിക്കുന്നേ? അല്ല, വിൻറ്റേജ് ആണോ സ്പോർട്സ് ആണോ? അങ്ങനെ വിൻറ്റേജ് കാറാണ്. ചേട്ടാ, സീനാണല്ലോ വണ്ടി. അപ്പം എനിക്കിത് ഒരു പൊളപ്പൻ സാധനമാക്കിയിട്ട് വേണം. ഓട്ടോസൊക്കെ ഉണ്ടാവുള്ളതാണ്.
ഓക്കെ ഓക്കെ നമ്മൾ നല്ലൊരു വീടാക്കി തരാം. നിങ്ങള് സാറ് വന്ന് ഒരു 2 ദിവസത്തെ പണി ഉണ്ടാവുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ഇവിടുന്ന് എടുക്കേണ്ടി വരും. ആ അത് ഞാൻ നിങ്ങൾക്ക് സിറ്റി 1ലേക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ? ഓ ഞങ്ങളെ ആരെങ്കിലും ഇട്ട് കൊടുക്കാൻ പറയണോ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വന്ന് എടുത്തോളൂ? സിറ്റി 1 ഞാൻ പറയാം, അപ്പം പറയാം. സിറ്റി 1 കൊണ്ടുവരാനേ പിന്നെ മ്യൂസിക് സിസ്റ്റം ഒന്ന് റെഡിയാക്കണേ. ഇതിൽ പഴയ CD ഡ്രൈവാണ്, അത് മാറിയിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ വല്ലതും എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ക്രീൻ വെക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ? ഓ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യാം, സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യാം സാറേ. സ്റ്റിക്കർ വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എല്ലാം വെച്ചോ, അടിക്കണോ? എല്ലാം അടിച്ചോ, പൈസ ഉണ്ട് പൊട്ടിച്ചോ ഫുള്ള്. അതാത്തോ ഞങ്ങളിവിടെ ഒരു വർക്കിന് വന്ന വണ്ടി. കോച്ചോൻ്റെ ആ അതെ അതെ, കോച്ചോൻ്റെ വണ്ടി. അപ്പം ഇതേപോലെ ഒരു കിണ്ണാക്കി തന്നാൽ മതി സാധനം. ഓക്കെ ഓക്കെ ഓക്കെ, വിൻറ്റേജ് ആണ് അപ്പം അതിനനുസരിച്ചിട്ട് പറ്റും. എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ എഞ്ചിനൊക്കെ വർഷം പുതുക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ ഓക്കെ. പൈസ പിന്നെ നോക്കണ്ട, എത്ര ആണെങ്കിലും എനിക്കൊരു പുതിയ വണ്ടിക്ക് കിട്ടണം. ഓക്കെ ഓക്കെ. നല്ല മോഡിഫൈഡ്, എനിക്ക് ഓട്ടോ. ഹലോ സാറേ, ഞങ്ങളെ വണ്ടിയിൽ നിന്നൊരു അത്തറിൻ്റെ കുപ്പി ഇട്ടേക്കുന്നല്ലോ. അത് എൻ്റെ കുപ്പയല്ല, അത് എനിക്ക് ആവശ്യമില്ല, കളഞ്ഞേക്കൂ. സാറേ എന്നാ അത് വളർന്നേക്കാം. എന്നാ ശരി, ഓക്കെ സാറേ. ആ ശരി, ഓക്കെ. ഡീറ്റെയിലിംഗ് ഷോപ്പിൽ ഒന്ന് പോയാൽ പറ്റേ. അവനിനിയിപ്പോൾ എന്താക്കിണ്ടാവും വണ്ടീനായിട്ടറിയാം. ഷോപ്പ് ഉറക്കും വേണോ, താഴത്തുനിന്ന് നീപ്പിക്കും വേണ്ടിയില്ലോ, മേലെ കയറിയിട്ടൊന്നും ഉണ്ടാവില്ല. വണ്ടി ആദ്യം നിർത്തിയിട്ടെ. അയ്യോ എന്താന്നിത്, ഇന്നേരൊക്കെ കാറും നേരത്തെ സ്റ്റാർട്ടാക്കുന്ന ഒച്ച കേട്ട് കള്ളന്മാരുടെ ഏരിയയാണ്. ഈ ആരെയും കയറി കാണും? അതെന്ത് വണ്ടിയുടെ അടുത്ത് ആരും ഇല്ലല്ലോ, പിന്നെ എന്തോന്ന് ഒച്ചേട്ടെ? ഇതെന്തോന്ന് ഹസാടാ? ഫോണടിക്കുന്നോ? എന്തോന്ന്? ഇനി എനിക്ക് തോന്നിയതാണ്. ഇവിടെ എന്തൊക്കെയോ ഈ വണ്ടികളൊന്നും കയറാൻ പറ്റുന്നില്ല. ചാവി ആയിട്ടില്ല, പിന്നെ പാട്ടും പറയാൻ എന്തോന്ന്? ഇത് എവിടെ പോയതാണ്? ഹലോ ഹലോ ഹലോ. അന്നോ ഇത് നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനിവിടെ എത്ര നേരമായിരുന്നറിയോ? അവിടെ സുധീഷ, നേരത്ത് വണ്ടി കൊടുക്കണ്ടാവും. നീ എന്ത് പണിയാ കാണിക്കുന്ന അവിടെ? അന്നോ ഇന്നലെ അതൊന്ന് രാത്രി പാട്ടൊക്കെ കേട്ടെന്നോ ആ കാറിന്ന് ഞാൻ വെക്കാതെ? എടാ നീ ആ ഡീറ്റെയിലിംഗ് വർക്ക് തീർത്തു. നീ എന്തൊക്കെയോ രാത്രി എന്താ നിന്റെ പരിപാടി? അന്നോ ഞാൻ ഇപ്പൊ വണ്ടി എടുക്കാം. ഇനി ഞാനിവിടെ നിൽക്കില്ല, ഈ വണ്ടി ഇവിടെ ഉണ്ടേല്. ഈ വണ്ടിക്ക് എന്തോന്നാ പാട്ട് കേൾക്കുന്നു, ഹോൺ അടിക്കുന്നു, സ്റ്റാർട്ടാവുന്നു. എടാ കസ്റ്റമർക്ക് കൊണ്ടുവന്ന് വരുമ്പോ അങ്ങനെ തന്നെയാണ് ഈ വണ്ടി. പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രശ്നം വരുന്ന, വണ്ടിക്ക് ചാവി വേണ്ടടോ. ചാവി നിങ്ങളുടെ മെയിൻ ഓഫീസിലാണ് ഞാൻ വെച്ചത്, മനസ്സിലേ? അന്നോ ഇനി ഈ വണ്ടിയുടെ പണി വന്നാൽ ഞാൻ ഉണ്ടാവില്ല ഈ ഓഫീസിൽ. ഇതാണോ നിങ്ങൾ എവിടെയാ വെച്ചാ പോയിക്കോളി. അവിടെ നീ എൻ്റെ ബാക്കിൽ എൻ്റെ മറ്റേ വണ്ടിയിട്ട് വാ. ഞാൻ ഇത് എന്താ പറയാ, നമ്മുടെ ഡീറ്റെയിലിംഗ് ഷോപ്പല്ലേ അത്, നമ്മുടെ കസ്റ്റമറിന് സെയിൽ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടണം. നമ്മുടെ ഗോജോ സിവിക്ക് കൊണ്ടുപോയിക്കുന്നേ. അപ്പോൾ അവിടേക്ക് ഈ വണ്ടി പ്ലേസ് ചെയ്യേണ്ടതാണ് നമുക്ക്. അതിന് ഇപ്പം അവിടെ കൊണ്ടുപോയിട്ടണം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് റിവീൽ ചെയ്യേനി. ഇനിയിപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മളെ എൻ്റെ ബ്രോൻ്റെ വീട്ടിൽ കൊണ്ടുവരണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് ഇപ്പം ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന ആഴ്ചയില്ല. അടിപൊളി അയക്കുന്ന വർക്കൊക്കെ, സെറ്റപ്പ് വർക്കൊക്കെ. അല്ല ബ്രോ, എങ്ങനെയുണ്ട് വണ്ടി? ഗുഡ് ബ്രോ. ചെക്കന്മാർ പണിത് സെറ്റാക്കി തന്നിക്കുന്നു. ഞാൻ ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഷോപ്പിൽ പോയി എടുത്ത് വരുന്ന വഴിയാ. എങ്ങനെയുണ്ട് വണ്ടി? സെറ്റപ്പ് അല്ലേ? എടാ ബ്രേക്ക് ലേശം കുറവുണ്ട്, ഒന്ന് സർവീസ് കാണിച്ച് നോക്ക് ജി. ഇല്ലെങ്കിൽ അനക്ക് തന്നെ പണിയാൻ പറ്റുകയാണെങ്കിൽ പണിതോ. സ്റ്റിക്കർ വർക്കൊക്കെ സീൻ കിട്ടോ, നല്ല രസമുണ്ട് കാണാൻ. സെറ്റപ്പാ. ബ്രേക്ക് കുറവാണെന്ന് നോക്കണം, ഞാൻ അവിടെ ആക്കി തരാം. എന്നൊന്ന് അവിടെ ആക്കിക്കൊണ്ട് ജംഗ്ഷനിൽ, ഞാൻ അവിടുന്ന് ബസ് കയറി പോയിക്കോളാം. അല്ല എൻ്റെ ഓഫീസിലേക്ക്. ഒന്ന് ഓഫീസാക്കിയുണ്ട്, ഓഫീസിൽ വണ്ടി ഉണ്ട്. എത്ര പറഞ്ഞു?
ഓര് 40 പറഞ്ഞു, സ്റ്റിക്കർ വർക്കും എല്ലാം കൂടി. ഈ എത്ര കൊടുത്ത്? ഞാൻ 40 കൊടുത്ത്. വണ്ടി ബ്രേക്ക് കുറവുണ്ടായിരുന്നോടേനോ? അതൊരു ഡീറ്റെയിലിംഗ് അല്ലേ വർക്കിന്ന് ഈ സർവീസ് സ്റ്റേഷൻ. എന്നാ ശരിയടാ. ഓക്കെ. கண்டவுடன் உயிரில் கலந்தவளே காதலிசை